ഇന്നൊരു ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷവർമ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലെ ഒരു അടിപൊളി ഷവർമയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ആദ്യം തന്നെ കുബൂസിനുള്ള ഡോ റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടാവരുത്, ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല, ചെറു ചൂട് മാത്രം മതി. അപ്പോൾ ഡ്രൈ ഈസ്റ്റോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുബൂസിന് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് ഇതൊരു മാവായിട്ട് കുഴച്ചെടുക്കണം. ഇതെന്തായാലും മുഴുവൻ ചേർക്കണം, പക്ഷെ ആദ്യം കുറച്ചായിട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു 1/2 കപ്പ് കംപ്ലീറ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടി വെറും പച്ചവെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇങ്ങനെ നല്ല സ്ട്രെച്ച് ചെയ്ത് ഒരു 10 മിനിറ്റ് നീഡ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി ആ സെയിം ബൗളിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഈ ഡോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുകളിലും കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെക്കുക. ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഷവർമയ്ക്കുള്ള ചിക്കൻ റെഡിയാക്കാം. ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഇങ്ങനെ നടുവിൽ നിന്ന് 2ആയിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ 2 തിൻ സ്ലൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിന്നായിട്ട് ഇത് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത പീസും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 4 തിൻ സ്ലൈസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മാരിനേഷൻ നോക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ യോഗോട്ട് ആണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ തൈരാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നിലും ഇത് ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കാം. ഞാനിപ്പോൾ 4 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് കണ്ട് നല്ല ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് എടുക്കുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്നിങ്ങനെ നീഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കില്ല, അതുപോലെ തന്നെ ക്രാക്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഓരോ ബോൾസായിട്ട്. കണ്ടോ, എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ തൂവിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് തിന്നാക്കി പരത്തരുത്, ഒരു 1/4 ഇഞ്ച് വണ്ണത്തിൽ വേണം പരത്താൻ. ഞാനിപ്പോൾ ഇത് കണ്ടോ 1/4 ഇഞ്ച് വണ്ണത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇതിവിടെ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 20 മിനിറ്റ് എങ്കിലും കവർ ചെയ്ത് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി കുബൂസ് ചുട്ടെടുക്കാം. ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഒരു കുബൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ മേളിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് വരും, കാണുന്നുണ്ടല്ലോ. ആ ബബിൾസ് വരുന്ന സമയത്ത് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ടും ഇതുപോലെ തന്നെ 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ കുമിളകൾ വരും. അപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് ആ പൊങ്ങി വരുന്ന ഭാഗത്ത് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ആ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പൊങ്ങാത്ത ഭാഗം കൂടി കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടവും പൊങ്ങി വരും. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് വീണ്ടും പൊങ്ങി. അപ്പോൾ നമ്മൾ കുബൂസ് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്തത് കൂടി ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കണ്ടോ, പൊങ്ങി വരുന്ന സമയത്ത് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത കുബൂസും നമുക്കിവിടെ റെഡി ആയി കിട്ടും. എല്ലാ കുബൂസും തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. എത്ര വേണമെങ്കിലും ചുരുട്ടി മടക്കാം, അത്ര സോഫ്റ്റാണ് കുബൂസ്. അപ്പോൾ ഓവൻ ഇല്ലാതെ തന്നെ നല്ല ഈസി ആയിട്ട് കുബൂസ് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കുബൂസ് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇനി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചായിരുന്നു. വേണമെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ഓയിൽ വല്ലതും ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഓരോ വശവും മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്, അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല.
അപ്പോൾ ദാ രണ്ട് സൈഡും 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് രണ്ട് സൈഡും 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല ഗ്രില്ലായതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ എടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ പീസസ് ആയിട്ട്. ഒരുപാട് തിന്നുമല്ല, ഒരുപാട് കട്ടിയിൽ ഉള്ളൊരു പീസല്ല. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലാണെങ്കിലും ചേർത്താൽ മതി, ബട്ടർ തന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് എടുക്കാൻ പറഞ്ഞത്, ഇരുമ്പാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ എന്തെങ്കിലും കുക്കാവാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതങ്ങ് കുക്കായി കിട്ടുകയും ചെയ്യും, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുക്കണം. ഇടയ്ക്കൊന്ന് വലിയ പീസ് ഉണ്ട്, ഇങ്ങനെ ഒന്ന് മുറിച്ചൊക്കെ കൊടുക്കാം. ഒരുപാട് പൊടി ആക്കണ്ട. അപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മയണൈസാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടിയിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഹൈ സ്പീഡിൽ. അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ എത്ര ചേർക്കുന്നോ അതനുസരിച്ച് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരോ വിനാഗിരി കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ മതി ഷവർമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി സാലഡിനായിട്ട് ഞാൻ ഒരു ക്യാബേജിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി ഷവർമ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ടൊരു ബട്ടർ പേപ്പറിലേക്ക് കുബൂസ് വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ആണെങ്കിലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാലഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ കുറച്ചുകൂടി മയണൈസ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് 2 വശത്തുനിന്നും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 വശം കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. താഴ്വശം മടക്കിയോ ചുറ്റിയോ അങ്ങനെയാണെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടുത്തുകൂടി ചെയ്തെടുക്കാം, കണ്ടോ? 2 സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുത്തിട്ട് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഷവർമയ്ക്ക് അടിയിലേക്ക് ഒരു സൈഡ് വെക്കുക ബട്ടർ പേപ്പറിൻ്റെ, മറു സൈഡും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെച്ച് അടിവശം ഒന്ന് മടക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഷവർമയും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ ഷവർമയും തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷവർമ റെസിപ്പിയാണ്. പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമല്ല എല്ലാവരും ഈ ഒരു ഷവർമ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.